ഹലോ, വെൽക്കം ടു വിയറ്റ്നാം സീരീസ്. അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. ഫുക്കോക്കിൽ തന്നെയാണ് ഉള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് വിൻപോൾ സഫാരി, അതുപോലെ വിൻ വണ്ടേഴ്സ്, പിന്നെ ഗ്രാൻഡ് വേൾഡിലേക്കാണ്. ഇത് മൂന്നും ഫുക്കോക്കിലെ മെയിൻ അട്രാക്ഷൻസ് ആണ്. ഇന്നത്തെ ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്നത് വിൻപോൾ സഫാരിയിലേക്കാണ്. വിയറ്റ്നാമിലെ ഫസ്റ്റ് ഓപ്പൺ സൂവും കൺസർവേഷൻ പാർക്കുമാണ് വിൻപോൾ സഫാരി. ഏകദേശം 150-ൽ പരം ആനിമൽ സ്പീഷീസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിൻപോൾ സഫാരിക്കും വിൻ വണ്ടേഴ്സിനും കൂടി നമ്മളൊരു കോംബോ ടിക്കറ്റാണ് ക്ലൂക്ക് ആപ്പിൽ നിന്ന് എടുത്തത്. ഏകദേശം 2.5 ലക്ഷം വിയറ്റ്നാം ഡോങ് ആണ് അതിന് റേറ്റ് വന്നത്. അതായത് നാട്ടിലെ ഒരു 6,000 സംതിങ് രൂപ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെയും ക്യൂ നിന്നൊന്നും പോയി എടുക്കണ്ട. ആ ഒരു ഒറ്റ ടിക്കറ്റ് തന്നെ നമുക്ക് വിൻപോൾ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് തന്നെ വിൻ വണ്ടേഴ്സിലേക്ക് കയറാൻ പറ്റും. ഒരു ടിക്കറ്റിനാണ് ഈ 2.5 ലക്ഷം വിയറ്റ്നാം ഡോങ് വരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ലക്ഷത്തിൻ്റെയൊക്കെ ഒറ്റ നോട്ടായിട്ടുണ്ട് കാണിച്ചാൽ. എന്താ, ഇതാണ് 2 ലക്ഷത്തിൻ്റെ ഒരു വിയറ്റ്നാം ഡോങ്. ആദ്യം തന്നെ സൂ ആണുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് സഫാരിയിലേക്ക് പോകുന്നത്. സൂ കാണാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ട്രാം സർവീസ് ഉണ്ട്. ട്രാമിന് ഒരാൾക്ക് 1 ലക്ഷം വിയറ്റ്നാം ഡോങ് ആണ്. അപ്പോൾ 2 പേർക്കും കൂടി 2 ലക്ഷം വിയറ്റ്നാം ഡോങ് വരും. നമ്മൾ ട്രാം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നടന്നു പോകാനാണെങ്കിൽ ഒരുപാട് നടക്കാറുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ നല്ല ടയേർഡാവും. പിന്നെ അങ്ങോട്ട് നമുക്ക് എനർജിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ട്രാം എടുത്തു. ട്രാം നല്ലൊരു സർവീസായിരുന്നു. കാരണം ഓരോ സ്ഥലങ്ങളിൽ ഓരോ മൃഗങ്ങളുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവർ സ്ലോ ചെയ്ത്, അതുപോലെ അവരുടെ ഒരു മൈക്ക് സിസ്റ്റം ഉണ്ട്. അതിൽ ഇംഗ്ലീഷിൽ എന്ത് ആനിമലാണ്, ഏത് കൺട്രിയിൽ നിന്നാണ് അവർ വരുന്നത്, അതുപോലെ അവരുടെ ലൈഫ് സ്പാൻ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരും. അതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. കാരണം നടന്നു പോയെങ്കിൽ നമുക്കിത് എന്ത് ആനിമലാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് റെപ്റ്റൈൽസിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഇഗ്വാനാസ്, സ്നേക്സ് അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇനി എലഫൻസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സഫാരി. 여기 독이 없다고 나와있어. താഴെ അങ്ങനെ പാമ്പിനെയും മുതലേനെയും എല്ലാത്തിനെയും കണ്ട് നമ്മൾ ആനയുള്ള ഇടത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ആനേനെ നമുക്ക് ഫീഡ് ചെയ്യാം. പക്ഷേ ഫീഡ് ചെയ്യണതിന് ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് മേടിക്കണം. അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് തന്നെ ഷുഗർ കെയിൻ, അതുപോലെ തന്നെ പഴം, അങ്ങനത്തതൊക്കെ ഉണ്ടാവും. അത് മേടിച്ച് കൊടുക്കാം. അതിന് തന്നെ ഏകദേശം നല്ല പൈസയാകും. അതിനുശേഷം ടൈഗറിനെയും ലയണിൻ്റെയും ആ ഒരു ഏരിയയിലേക്കാണ് പോയത്. ടൈഗർ കുറച്ച് ദൂരെ ആയിരുന്നതുകൊണ്ട് നമ്മൾ സൂം ചെയ്തിട്ടാണ് അവരുടെ വീഡിയോ കിട്ടിയത്. പക്ഷെ ലയണിനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റി. കാരണം നമ്മൾ നിന്നതിൻ്റെ ആ ഒരു സൈഡ് തന്നെയാണ് ആ സമയത്ത് അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നല്ല ക്ലിപ്സൊക്കെ കിട്ടി, അവർക്ക് ഫുഡ് കൊടുക്കുന്നതും അവർ ഫുഡ് കഴിക്കുന്നതും ഒക്കെ. ആദ്യമായിട്ടാണ് നമ്മൾ സിംഹത്തിന് ഇത്ര ക്ലോസ് ആയിട്ട് കാണുന്നത്. സാധാരണ എല്ലായിടത്തും ഒന്നുമില്ലെങ്കിൽ കുറേ ദൂരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു കിടങ്ങ് പോലത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ ഇത് ചില്ലിട്ടേക്കുന്ന കാരണം നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാനും പറ്റി, വീഡിയോസൊക്കെ എടുക്കാനും പറ്റി.
അങ്ങനെ സൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ സഫാരിയിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു വെൽക്കം ഡാൻസ് പോലെ കുറേ കാർട്ടൂൺ ഫിഗേഴ്സൊക്കെ നിന്നിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനിയാണ് നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സഫാരിക്ക് പോകുന്നത് ഇവരുടെ തന്നെ ഒരു വലിയ ബസ്സിലാണ്. ഏകദേശം ഒരു 40 പേർക്കൊക്കെ ഒരു ട്രിപ്പിൽ പോകാൻ പറ്റുന്ന ഒരു ബസ്സാണിത്. ബസ്സിൽ കയറി നമ്മൾ ആദ്യം തന്നെ സൈഡ് സീറ്റിലാണ് ഇരുന്നത്. കാരണം നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സൈഡ് സീറ്റാണ് നല്ലത്. അങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ നമ്മൾ കുറേ മാൻകൂട്ടത്തെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ സീബ്ര, പിന്നെ അങ്ങനെ ജിറാഫ്, അങ്ങനെയുള്ള കുറേ ആനിമൽസിനെയൊക്കെ കണ്ടു. ഈ കാർണിവോർസിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ഒരു കേജ് പോലെയുള്ളതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ ഗേറ്റ് ഓപ്പൺ ആക്കും. അല്ലെങ്കിൽ ഈ സിംഹത്തിനും കടുവയ്ക്കൊക്കെ മാനുകളുടെ അടുത്തേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റൂലേ. സോ അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോ ആനിമലിനും ഇങ്ങനെ, അതായത് കാർണിവോറസ് ആനിമൽസിൻ്റെയൊക്കെ അവിടെ കേജ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സിംഹത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കടുവയുടെ അടുത്തേക്ക് അങ്ങനെ. നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിൽ ഇങ്ങനെ ഓരോ സോണിൽ ഓരോ ആനിമൽസിനെ കാണാമെന്ന് പറഞ്ഞ് ഓരോ ഗേറ്റ് കടന്ന് ചെല്ലില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ കരടീനെ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റി. കാരണം ഇത് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, എപ്പോഴും ഈ കരടി ഇങ്ങനെയാണ്, ബസ്സുകളൊക്കെ വരുമ്പോഴത്തേക്കും അടുത്ത് വന്ന് നിൽക്കും. കാരണം എന്തെങ്കിലും ആൾക്കാർ ഫുഡോ കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ കിട്ടുമെന്നറിയാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കണതാണ്. പുള്ളി കുറച്ച് ആക്റ്റീവായിരുന്നു. അത്യാവശ്യം എല്ലാ ആനിമൽസിനെയും നമുക്ക് നന്നായിട്ട് തന്നെ വീഡിയോയിൽ കിട്ടി. റൈനോയുടെ ഓസ്ട്രിച്ചിൻ്റെ അടുത്തൊക്കെ വന്നപ്പോൾ അവർ കൂടുതലും ഉച്ചയായതുകൊണ്ട് തന്നെ ഒരു ഷെഡ് പോലെ ഒരു തണൽ സംവിധാനം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൈനോസിനെ പിന്നെയും കണ്ടു. അവർ ഇതുപോലെ കൂട്ടിലൊന്നും ആയിരുന്നില്ല. അവർ പുറത്ത് മറ്റ് ആനിമൽസിൻ്റെ കൂടെ ഫുഡൊക്കെ കഴിച്ച് നടക്കുമായിരുന്നു. പിന്നെ എല്ലാ ആനിമൽസും കാണുന്നത് നമ്മൾ ഇരിക്കുന്ന ബസ്സിൻ്റെ ഏത് സൈഡിലാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും. ഭാഗ്യത്തിന് നമ്മളിരുന്ന സൈഡിലായിരുന്നു കൂടുതൽ ആനിമൽസ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ ഇരുന്നവർക്ക് ഈ മാനുകളെയും അതുപോലെ തന്നെ സീബ്രേനെയൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ. അവർക്ക് ഈ ലയണും ടൈഗറും ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ശരിക്കും കാണാൻ പറ്റിയത്. ഇവരായിരുന്നിട്ട് നമ്മുടെ സീറ്റിന് ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ഫാമിലി. അവർ എനിക്ക് തോന്നുന്നത് കൊറിയക്കാരാണെന്ന് തോന്നുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു സഫാരി. എല്ലാ ആനിമൽസിനെയും കാണാനൊക്കെ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ജിറാഫിൻ്റെ ഏരിയയിലേക്കാണ് വന്നത്. ഇവിടെ ജിറാഫ് സഫാരിയുടെ ഉള്ളിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഒരു ഫുഡ് കോർട്ട് പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യാനും പറ്റും. അവിടെ അതിന് കൊടുക്കേണ്ട ഫുഡുകൾ അവർ തന്നെ വെച്ചിട്ടുണ്ട്. അതിനെന്തോ 5,000 വിയറ്റ്നാം ഡോങ്ങോ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും നമുക്ക് ഫുഡ്. കുറേ ഇലകളും പിന്നെ ഷുഗർ കെയിനൊക്കെയാണ്. ഷുഗർ കെയിനൊക്കെ കുറച്ചുകൂടെ വില കൂടുതലാണെന്ന് തോന്നുന്നു. ഇലകൾക്കൊക്കെ 5,000 വിയറ്റ്നാം ഡോങ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഫുഡ് കോർട്ട്. ഇവിടെ ആൾക്കാർക്ക് ഫുഡും കഴിക്കാം, അതുപോലെ ജിറാഫിന് ഫീഡും ചെയ്യാം. നമ്മൾ ഇലയൊക്കെ മേടിച്ച് അവർക്ക് ഫീഡ് ചെയ്തു. നല്ലതായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ സഫാരി പാർക്ക് ലീവ് ചെയ്തു. ഇനി നമുക്ക് നേരെ വിൻ വണ്ടേഴ്സിൽ പോകണം. 2 ടിക്കറ്റും കൂടെ ഒരുമിച്ചാണ് നമ്മൾ എടുത്തത്. സോ സമയങ്ങളായ നമുക്ക് വിൻ വണ്ടേഴ്സിൽ പോവാം. അപ്പോൾ ഇതാണ് വിൻ വണ്ടേഴ്സ്, ഫുക്കോക്കിലെ മറ്റൊരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഫുക്കോക്കിൻ്റെ ട്രാവൽ വീഡിയോസും റീൽസും ഒക്കെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു മിനി ഡിസ്നി വേൾഡും അതുപോലെ തന്നെ ഈ ആമയുടെ ഷേപ്പിലുള്ള ഒരു അക്വാ പാർക്കും. സഫാരിയിൽ നമ്മൾ ഏകദേശം ഉച്ച വരെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് വിൻ വണ്ടേഴ്സിലെത്തിയത്. നമ്മൾ നല്ല ടയേർഡായിരുന്നു. സോ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ നമുക്ക് ആദ്യം ഒരു മൂഡുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആക്റ്റീവായി.
ഇവിടെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ആദ്യമൊന്നും അതിൽ കയറാണ്ട് നമ്മൾ നേരെ ഈ ഒരു അക്വാ വാട്ടർ പാർക്കിലേക്കാണ് പോയത്. കാരണം ഇവിടെ ഒരു ഷോ ഉണ്ട്. അത് ഇന്നത്തെ ദിവസം ലാസ്റ്റത്തെ ഷോ ആണ്. അപ്പോൾ ആ ഷോ മിസ്സാക്കണ്ടെന്ന് കരുതി നമ്മൾ അത് കാണാനായിട്ടിരുന്നു. ഇതൊരു വലിയ അക്വേറിയം പോലെയാണ്. ഒരുപാട് വലിയ മീനുകളും കുഞ്ഞു മീനുകളും ഒക്കെ ഉണ്ട്. ആർട്ടിസ്റ്റുകൾ മെർമെയ്ഡിൻ്റെ വേഷത്തിലൊക്കെയാണ് ഈ ഒരു ഷോ അവതരിപ്പിക്കുന്നത്. നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ സ്ക്യൂബ ഡൈവേഴ്സും ഒക്കെ ഇതിൽ ഇറങ്ങുന്നതായിട്ട് കാണാം. നല്ല ആഴമുണ്ട് ഈ അക്വേറിയത്തിന്. ഡിസംബറാണ്, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഈ അക്വേറിയത്തിൻ്റെ പുറത്ത് ഒരുപാട് ഷോസ് ഉണ്ടായിരുന്നു. കുട്ടികളുടെയും അതുപോലെ തന്നെ കുട്ടികൾ സാന്റായുടെ വേഷത്തിലൊക്കെ വന്നിട്ട് ക്രിസ്മസ് വിഷ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അല്ലെങ്കിൽ വൈഫിനോ ആർക്കെങ്കിലും സർപ്രൈസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതും ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. ഈ മെർമെയ്ഡുകളും സ്ക്യൂബ ഡൈവേഴ്സും ഒക്കെ ഇങ്ങനെ ഒരു ബാനറൊക്കെ പിടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്യും. ഇന്ന് ഒരു കപ്പിളിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. സോ അവർക്കുള്ള ഒരു വിഷൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അടിയിൽ കയറാൻ പോവാം. അങ്ങനെ പല മീനുകളെ അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവിടെ വൈകുന്നേരം ഒരു ന്യൂ ഇയർ ഷോ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരുടെ അവരുടെ ഡാൻസൊക്കെ ആയിട്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. ഇവിടെ തന്നെ പല ഹോട്ടലുകളുണ്ട്. പിന്നെ ഒരു കോംബോ ടിക്കറ്റ് ഉണ്ട്, ഫുഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. പക്ഷെ നമ്മൾ അതല്ല എടുത്തത്. സോ നമ്മൾ ഫുഡ് സെപ്പറേറ്റ് ആണ് കഴിച്ചത്. പല റൈഡുകളും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. വിർച്വൽ റിയാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി. എല്ലാത്തിലും ഒന്നും കയറാനായിട്ട് നമ്മളും ടയേർഡായിരുന്നു. അതുകൊണ്ട് അത്രയും നമ്മൾ നോക്കിയില്ല. എന്തായാലും പറ്റുന്നതിലൊക്കെ കയറി. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും ഇവിടെ ആ ഡിസ്നി ലാൻഡിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ അവിടെ ഫൗണ്ടെയിൻ ഷോ ഒക്കെ ഉണ്ട്, ലൈറ്റൊക്കെ വെച്ചിട്ട്. അതൊക്കെ കണ്ട് പിന്നെ ഇവരുടെ ഡാൻസും ന്യൂ ഇയർ വിഷും എല്ലാം കണ്ടു കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഗ്രാൻഡ് വേൾഡ് ഇട്ട് പോയി. നമ്മൾ ഇന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്രാൻഡ് വേൾഡ് ആയിരുന്നു. കാര്യം ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വൈകിട്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് ഈ ഗ്രാൻഡ് വേൾഡ്. നല്ല ഭംഗിയാണ്. ഒരു യൂറോപ്യൻ സിറ്റിയിൽ വന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു യൂറോപ്യൻ ആർക്കിടെക്ചറിലാണ് ഇത് ചുറ്റുമുള്ള ബിൽഡിങ്സ് ഒക്കെ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ സെൻറ്ററിലൂടെ ഒരു കനാല്, അതിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ബോട്ടിലൊക്കെ ഒരു സിറ്റി ടൂർ പോലെ പോകുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ട് എല്ലാ ഷോപ്സും ഒക്കെ ആക്റ്റീവായിരുന്നു. ഫുൾ ലൈവായിരുന്നു അവിടെ. വൈകിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ ഗ്രാൻഡ് വേൾഡ്. എന്തായാലും നിങ്ങൾ ഫുക്കോക്കിൽ വരികയാണെങ്കിൽ ഗ്രാൻഡ് വേൾഡ് മിസ്സാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് വേൾഡും വിൻപോൾ സഫാരിയും വിൻ വണ്ടേഴ്സൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം ഫുൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഡേ 3 ഇവിടെ കഴിയാണ്. നാളെ നമ്മൾ ഹനോയിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഹനോയിൽ ചെന്നിട്ട്. അപ്പോൾ ഓക്കെ, ഷൂസ്.